നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പതിവ് പോലെ പഠിക്കുന്നത് LP-UP അസിസ്റ്റൻ്റ് പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന മേഖലയിൽ നിന്നുമുള്ള വികാസതലങ്ങളും വികാസതത്വങ്ങളുമാണ്. വളർച്ചയുടെ വികാസതലങ്ങൾ, വികാസതത്വങ്ങൾ എന്ന മേഖലയിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് വളർച്ചയെന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഒരു വ്യക്തിയുടെ രൂപത്തിലും പിണ്ഡത്തിലുമുള്ള വർധനവിനെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ വളർച്ചയെന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ രൂപത്തിലും പിണ്ഡത്തിലും ഉള്ള വർധനവിനെ സൂചിപ്പിക്കുന്നതാണ് വളർച്ചയായിട്ട് കണക്കാക്കുന്നത്. ഈ വളർച്ച എന്നത് ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെയാണ് കുറിക്കുന്നത്. അപ്പോൾ വളർച്ച എന്നത് ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെയാണ് കുറിക്കുന്നത്. ജൈവകോശങ്ങളുടെ വർധനവിൻ്റെ ഫലമായിട്ടാണ് ഒരു ശരീരത്തിൽ വളർച്ച സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം, അല്ലേ? അതേപോലെ തന്നെ പരിപക്വതയോടെ അവസാനിക്കുകയും സഞ്ചിത സ്വഭാവം പുലർത്തുകയും ചെയ്യുന്നതാണ് വളർച്ച എന്നതും നമുക്കറിവുള്ള കാര്യം തന്നെയാണ്. പരിപക്വതയോടെ അവസാനിക്കുകയും സഞ്ചിത സ്വഭാവം പുലർത്തുകയും ചെയ്യുന്നതാണ് വളർച്ച എന്നത് നമുക്ക് അറിവുള്ള കാര്യമാണ്. നിയതമായ ഒരു മുറയും രൂപമാതൃകയും അനുസരിച്ച് നടക്കുന്നതും എന്നാൽ അതിൻ്റെ തോത് എന്നത് എപ്പോഴും ഒരുപോലെയാകാത്തതുമാണ് വളർച്ചയെന്ന് നമുക്കറിയാം. അപ്പോൾ നിയതമായ ഒരു മുറയും രൂപമാതൃകയും അനുസരിച്ച് നടക്കുന്നതും എന്നാൽ അതിൻ്റെ തോത് എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെയാകാത്തതുമാണ് വളർച്ച. ജീവിതകാലത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ വേഗമേറുകയും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത തോതിൽ മാറ്റം സംഭവിക്കുന്നതുമാണ് വളർച്ചയെന്ന് നമുക്കറിയാം. ജീവിതകാലത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ വേഗമേറുകയും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത തോതിൽ മാറ്റം സംഭവിക്കുന്നതുമാണ് വളർച്ചയെന്ന് നമുക്കറിവുള്ള കാര്യമാണ്. വളർച്ചയെ പാരമ്പര്യവും പരിസ്ഥിതിയും സ്വാധീനിക്കുന്നു എന്നത് സത്യമായ കാര്യമാണ്. അപ്പോൾ വളർച്ചയെ സ്വാധീനിക്കുന്നതാണ് പാരമ്പര്യവും പരിസ്ഥിതിയും വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട്. ഇത്തരം സ്വാധീനം എന്ന് പറയുന്നത് ഇത്തരം സ്വാധീനം വഴി വ്യവഹാരത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെയാണ് വളർച്ച ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഇത്തരം സ്വാധീനങ്ങൾ വഴി വളർച്ചയെ പാരമ്പര്യവും പരിസ്ഥിതിയും സ്വാധീനിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതേപോലെ ഇത്തരം സ്വാധീനം വഴി വ്യവഹാരത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെ വളർച്ച ഉൾക്കൊള്ളുന്നു എന്നുള്ളതും വാസ്തവമാണ്. ഇനി നമുക്ക് വികാസത്തെക്കുറിച്ച് നോക്കാം. വികാസം എന്ന് വെച്ചാൽ എന്താണ്? ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. വികാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെൻ്റ് ആണ്, ഡെവലപ്മെൻ്റ് ആണ് വികാസം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ അനുക്രമമായി പരിപക്വതയിലേക്ക് നയിക്കുന്ന പുരോഗമനാത്മകമായ ഒരു വ്യതിയാനമുണ്ട്. അതായത് ഒരു വ്യക്തിയെ അനുക്രമമായി പരിപക്വതയിലേക്ക് നയിക്കുന്ന പുരോഗമനാത്മകമായ ഒരു വ്യതിയാനമാണ് വികാസം എന്ന് പറയുന്നത്. ഇപ്പോൾ വ്യക്തിയെ അനുക്രമമായി പരിപക്വതയിലേക്ക് നയിക്കുന്ന പുരോഗമനാത്മകമായ വ്യതിയാനത്തിനെയാണ് നമ്മൾ വികാസം എന്ന് പറയുന്നത്, അതായത് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. കുട്ടികളിൽ അഭിലഷണീയമായ മാറ്റങ്ങൾ വരുത്താനായിട്ട് വേണ്ടി നടത്തുന്ന ബോധപൂർവമായ ആസൂത്രിത പരിശ്രമ ഫലമാണ് വികാസം എന്ന് പറയുന്നത്. കുട്ടികളിൽ അഭിലഷണീയമായ മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി നടത്തുന്ന ബോധപൂർവമായ ആസൂത്രിത പരിശ്രമങ്ങളുടെ ഫലമാണ് വികാസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആന്തരികമായ ശാരീരിക മാറ്റങ്ങളുടെയും മാനസിക പ്രക്രിയകളുടെയും സംയോജനത്തിൻ്റെയും പരിണിത ഫലമാണ് വികാസം. ആന്തരികമായ ശാരീരിക മാറ്റങ്ങളുടെയും മാനസിക പ്രക്രിയകളുടെയും സംയോജനത്തിൻ്റെയും മറ്റും പരിണിത ഫലമാണ് വികാസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഗർഭപാത്രത്തിൽ ആരംഭിച്ച് മരണം വരെ തുടരുന്ന ഒരു അനുസ്യൂത പ്രക്രിയയുണ്ട്, അതാണ് വികാസം എന്ന് പറയുന്നത്. അപ്പോൾ ഗർഭപാത്രത്തിൽ നിന്ന് ആരംഭിച്ച് മരണം വരെ തുടരുന്ന അനുസ്യൂതമായൊരു പ്രക്രിയയാണ് വികാസം എന്ന് പറയുന്നത്. അപ്പോൾ വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒരുപാടെണ്ണമുണ്ട്. അപ്പോൾ വികാസത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്താണ്? അതാണ് ബുദ്ധിശക്തി എന്ന് പറയുന്നത്. വികാസത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ബുദ്ധിശക്തി എന്ന് പറയുന്നത്. അപ്പോൾ വികാസത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ബുദ്ധിശക്തി. ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഈ വളർച്ചയിലും വികാസത്തിലുമൊക്കെ കാര്യമായ വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ആൺകുട്ടികളിലും പെൺകുട്ടികളും തമ്മിൽ വളർച്ചയിലും വികാസത്തിലും വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ വളർച്ചയിലും വികാസത്തിലും വ്യത്യാസം ഉണ്ട്. ശിശുവിൻ്റെ ശാരീരികവും മാനസികവുമായ വികാസത്തിൽ ചില ഗ്രന്ഥികൾ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്, ശിശുവിൻ്റെ ശാരീരികവും മാനസികവുമായ വികാസത്തിൽ ചില ഗ്രന്ഥികൾ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാറുണ്ട്. വംശീയ ഘടകത്തിന് ഉയരം, തൂക്കം, വർണ്ണം, ആകാരം, കായിക ഘടന എന്നിവയ്ക്ക് വലിയ സ്വാധീനമാണ് ഉള്ളത്. അപ്പോൾ വംശീയ ഘടകത്തിന് ഉയരം, തൂക്കം, വർണ്ണം, ആകാരം, കായിക ഘടന എന്നിവയ്ക്ക് വലിയ സ്വാധീനമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ശിശുവിൻ്റെ വികാസം മുഖ്യമായി ആശ്രയിച്ചിരിക്കുന്നത് ആഹാരത്തിൻ്റെ പോഷക ഗുണത്തെയാണ്. അപ്പോൾ ശിശുവിൻ്റെ വികാസത്തെ മുഖ്യമായും ആശ്രയിച്ചിരിക്കുന്ന ഘടകം എന്തെന്ന് ചോദിച്ചാൽ ആഹാരത്തിൻ്റെ പോഷക ഗുണമാണ്. അതേപോലെ ശിശുവിൻ്റെ വികാസത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം, ശിശുവിൻ്റെ വികാസത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് ശരീരത്തിന് സംഭവിക്കുന്ന അപകടങ്ങൾ, ദീർഘകാലം നിലനിൽക്കുന്ന മറ്റ് അസുഖങ്ങൾ. ശരീരത്തിന് സംഭവിക്കുന്ന അപകടങ്ങളും ദീർഘകാലം നീണ്ടു നിലനിൽക്കുന്ന മറ്റ് അസുഖങ്ങളുമാണ് ശിശുവിൻ്റെ വികാസത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഘടകങ്ങൾ.
ശിശുവിൻ്റെ വ്യവഹാര ശൈലിയെ അതിജീവിക്കുന്ന പരിസ്ഥിതിയെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്. ശിശുവിൻ്റെ വ്യവഹാര ശൈലിയെ അതിജീവിക്കുന്ന പരിസ്ഥിതിയെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെങ്കിൽ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള ഘടകങ്ങളാണ് ശിശുവിൻ്റെ വ്യവഹാര ശൈലിയെ അതിജീവിക്കുന്ന പരിസ്ഥിതിയെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ വികാസം എന്നത് പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ വികാസം ആശ്രയിച്ചിരിക്കുന്നത് എന്തിനൊക്കെയാണ്? പഠനത്തെയും പരിപക്വതയെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വളർച്ചയില്ലാതെയും വികാസം എന്ന് പറയുന്നത് സാധ്യമാണെന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ശിശുവിൻ്റെ പ്രായം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ കൈകളുടെ നീളവും വണ്ണവും വർദ്ധിക്കും. ശരിയാണ്, നമുക്കറിയാവുന്നതാണ്. ഇതാണ് വളർച്ച എന്ന് പറയുന്നത്. എന്നാൽ വളരുന്നതോടൊപ്പം കൈ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കുട്ടി പഠിക്കുന്ന ആ ഒരു മാറ്റത്തിനെയാണ് നമ്മൾ വികാസം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. വികാസ തത്വങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലെ, വികാസ തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ്, അതാണ് വികാസ തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വികാസ തത്വങ്ങൾ അഥവാ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻ്റ് ഉണ്ട്. എന്താണ് അതെന്ന് നോക്കാം. അല്ലെ, മനുഷ്യൻ്റെ വികാസത്തെ സംബന്ധിച്ച് സാർവത്രികമായി നിലനിൽക്കുന്ന സവിശേഷതകൾ അറിയപ്പെടുന്നതാണ് വികാസ തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ വികാസത്തെ സംബന്ധിച്ച് സാർവത്രികമായി നിലനിൽക്കുന്ന സവിശേഷതകൾ അറിയപ്പെടുന്ന പേരാണ് വികാസ തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വികാസത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. അല്ലെ, വികാസത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? വികാസം എന്ന് പറയുന്നത് അനുസ്യൂതമാണ്. അല്ലെ, ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ് എന്നാണ് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ്. വികാസം എന്ന് പറയുന്നത് അനുസ്യൂതമാണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ളതാണ്. ഗർഭധാരണം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ തുടർച്ചയായിട്ട് പരിവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗർഭധാരണം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ തുടർച്ചയായിട്ട് പരിവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വികാസം എന്ന് പറയുന്നത് ഒരു ഗതി നിയമം പാലിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഡെവലപ്മെൻറ്റ് ഈസ് ഡയറക്ഷണൽ എന്നാണ് പറയുന്നത്. ഗതി നിയമം പാലിക്കുന്നതാണ് വികാസം. അപ്പോൾ വികാസം എന്ന് പറയുന്നത് ഗതി നിയമം പാലിക്കുന്നു, അഥവാ ഡെവലപ്മെൻറ്റ് ഈസ് ഡയറക്ഷണൽ എന്നാണ് പറയുന്നത്. ഇനിയോ, സാധാരണ അനുവർത്തിച്ചു വരുന്ന രണ്ട് വികാസക്രമങ്ങളുണ്ട്. അല്ലെ, സാധാരണ അനുവർത്തിച്ചു വരുന്ന രണ്ട് വികാസക്രമങ്ങളുണ്ട്. അതെന്തെല്ലാമാണ്? ശാരീരിക വികാസത്തിൽ തല മുതൽ പാദം വരെ എന്ന ക്രമം, അല്ലെ, സെഫാലോ കോഡൽ സീക്വൻസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ശാരീരിക വികാസത്തിൽ തല മുതൽ പാദം വരെ എന്ന ക്രമത്തിൽ ഇത് പാലിക്കപ്പെടുന്നുണ്ട്. പിന്നെയോ, പേശി വികാസത്തിൽ കഴുത്ത്, ഉടൽ, കാൽ എന്നിവിടങ്ങളിലെ പേശികൾ ക്രമത്തിൽ വികസിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലെ, ക്രമത്തിൽ വികസിക്കുന്നു. പേശി വികാസത്തിൽ കഴുത്ത്, ഉടൽ, കാൽ എന്നിവിടങ്ങളിലെ പേശികൾ ക്രമത്തിൽ വികസിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനിയോ, വികാസത്തിൽ ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക്, അതായത് ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് സമീപ്യ ദൂരസ്ഥ ദിശാക്രമം എന്ന് പറയുന്ന, അല്ലെ, പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷൻ. വികാസത്തിൽ ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം, പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷൻ എന്ന ക്രമം പാലിക്കപ്പെടുന്നുണ്ട്. ശരീരത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഹൃദയം, കരൾ, ശ്വാസകോശം, വൃക്കകൾ തുടങ്ങിയ മർമ്മപ്രധാനമായ അവയവങ്ങളും ഉദരഭാഗങ്ങളും വികാസം പ്രാപിച്ച ശേഷമാണ് വിരൽത്തുമ്പുകളിലേക്ക് വികാസം എത്തിച്ചേരുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഹൃദയം, കരൾ, ശ്വാസകോശം, വൃക്കകൾ തുടങ്ങിയ മർമ്മപ്രധാനമായ അവയവങ്ങളും ഉദരഭാഗങ്ങളും വികാസം പ്രാപിച്ച ശേഷമാണ് വിരൽത്തുമ്പുകളിലേക്ക് വികാസം എത്തിച്ചേരുന്നത്. ഈ രണ്ട് വികാസക്രമങ്ങളും പൊതുവിൽ അറിയപ്പെടുന്നത് വികാസഗതി നിയമം എന്നാണ്. അല്ലേ, ഈ രണ്ട് വികാസക്രമങ്ങളും പൊതുവിൽ അറിയപ്പെടുന്ന പേരാണ് വികാസഗതി നിയമം എന്നാണ് അറിയപ്പെടുന്നത്. വികാസം എന്നത് സഞ്ചിത സ്വഭാവത്തോട് കൂടിയിട്ടുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ്. ഡെവലപ്മെൻറ്റ് ഈസ് ക്യുമുലേറ്റീവ് എന്നാണ് പറയുന്നത്. ആദ്യമാദ്യം ഉണ്ടാകുന്ന വികാസങ്ങൾ ഒന്നു ചേർന്ന് സഞ്ചിത രൂപമാകുന്നത് കൊണ്ടാണ് തുടർന്നുള്ള വികാസം സാധ്യമാകുന്നത്. ആദ്യമാദ്യം ഉണ്ടാകുന്ന വികാസങ്ങൾ ഒന്നു ചേർന്ന് സഞ്ചിത രൂപമാകുന്നത് കൊണ്ടാണ് തുടർന്നുള്ള വികാസം സാധ്യമാകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഉദാഹരണമായിട്ട് ഒരു ശിശു കേൾക്കുന്നു, കാണുന്നു, രുചിക്കുന്നു, സ്പർശിക്കുന്നു. ഇതെല്ലാം ഒന്നു ചേർന്നുണ്ടാകുന്ന സംവേദനമാണ് സെൻസേഷൻ എന്നാണ് നമ്മളിതിനെ പറയുന്നത്. അല്ലേ, അതുപോലെ പ്രത്യക്ഷണം, അതായത് പെർസെപ്ഷൻ, ഇവയ്ക്ക് സഹായിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ശിശു കേൾക്കുന്നതും കാണുന്നതും രുചിക്കുന്നതും സ്പർശിക്കുന്നതുമെല്ലാം ഒന്നുചേർന്നുണ്ടാകുന്ന സംവേദനമാണ് പ്രത്യക്ഷണത്തിന് സഹായിക്കുന്നത്, അല്ലെങ്കിൽ പെർസെപ്ഷന് സഹായിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ പ്രത്യക്ഷണമാണ് ശിശുവിനെ സംപ്രത്യക്ഷണത്തിലേക്കും അന്തർദൃഷ്ടിയിലേക്കും പ്രശ്നപരിഹാരത്തിലേക്കും നയിക്കുന്നത്. അതായത് ഈ പ്രത്യക്ഷണമാണ് ശിശുവിനെ സംപ്രത്യക്ഷണത്തിലേക്കും അന്തർദൃഷ്ടിയിലേക്കും പ്രശ്നപരിഹരണത്തിലേക്കുമൊക്കെ നയിക്കുന്നത്. വികാസം എന്നത് സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലെ, വിശേഷം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് എന്നാണ് പറയുന്നത്. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. നവജാത ശിശുവിന് സൂക്ഷ്മപേശികൾ ചലിപ്പിക്കുവാൻ പ്രയാസമാണെന്നാണ് പറയുന്നത്. അല്ലെ, നവജാത ശിശുവിനെ സൂക്ഷ്മപേശികൾ ചലിപ്പിക്കുവാനായിട്ട് പ്രയാസമാണ്. അവയവങ്ങളെല്ലാം സ്ഥൂലമായിട്ടാണ് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നവജാത ശിശുവിനെ സൂക്ഷ്മപേശികൾ ചലിപ്പിക്കുവാൻ പ്രയാസമാണെന്നും അവയവങ്ങൾ സ്ഥൂലമായാണ് ചലിപ്പിക്കുന്നത് എന്നുമുള്ളതാണ് വാസ്തവം. ഉദാഹരണമായിട്ട് ഒരു ശിശു അകലെയുള്ള കളിപ്പാട്ടം എടുക്കുന്നത് ശരീരം മുഴുവൻ കളിപ്പാട്ടത്തിനടുത്ത് എത്തിച്ച ശേഷം കൈയും ശരീരവും ചേർത്തുകൊണ്ടാണ്. ഒരു ശിശു
അകലെയുള്ള കളിപ്പാട്ടം എടുക്കുന്നത് ശരീരം മുഴുവൻ കളിപ്പാട്ടത്തിനടുത്ത് എത്തിച്ച ശേഷം കൈയും ശരീരവും ചേർത്താണ് എടുക്കുന്നത്. അല്ലെ, ഭാഷാപരമായ വികാസവും നടക്കുന്നത് സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്കെന്ന ക്രമത്തിലാണ്. ഇപ്പോൾ ഭാഷാപരമായ വികാസവും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു തത്വത്തിലാണ്, അതായത് സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്കെന്ന ക്രമത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെ, വികാസം എന്നത് പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെൻറ്റ് എന്നാണ് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെൻറ്റ്. വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ക്രോമസോമിലുള്ള ജീനുകളിൽ നിന്ന് മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷങ്ങൾ സന്താനങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയ നമുക്കറിയാം. അല്ലേ, ക്രോമസോമിലുള്ള ജീനുകളിൽ നിന്ന് മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷങ്ങൾ സന്താനങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയകളുണ്ട്. അല്ലെ, പാരമ്പര്യം, ത്വക്ക്, മുടി, കണ്ണ് എന്നിവയുടെ നിറം, മുഖത്തിൻ്റെ ആകൃതി, ശരീരത്തിൻ്റെ ഉയരം, വർണ്ണാന്തത തുടങ്ങിയവ പരമ്പരാഗതമായിട്ട് ലഭിക്കുന്ന ഒന്നാണ്. അതായത് പരമ്പരാഗതമായിട്ട് ലഭിക്കുന്ന എന്തൊക്കെയാണ്? പാരമ്പര്യം, അല്ലെ, ത്വക്ക്, മുടി, കണ്ണ് എന്നിവയുടെ നിറം, മുഖത്തിൻ്റെ ആകൃതി, ശരീരത്തിൻ്റെ ഉയരം, വർണ്ണാന്തത തുടങ്ങിയവ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് ലഭിക്കുന്നതാണ്. ബുദ്ധി, അഭിക്ഷമതകൾ, മനോഭാവങ്ങൾ, സംസ്കാരം തുടങ്ങിയവയിലും ഈ പാരമ്പര്യത്തിൻ്റെ സ്വാധീനം നിർണായകമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ബുദ്ധിയിലും അതേപോലെ തന്നെ അഭിക്ഷമതകൾ, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതിലും മനോഭാവങ്ങളിലും സംസ്കാരത്തിലും എല്ലാം നമുക്ക് പാരമ്പര്യത്തിൻ്റെ സ്വാധീനം നിർണായകമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അല്ലെ, വികാസം എന്ന് പറയുന്നതിന് ഒരു മട്ടത്രികോണമായിട്ട് നമുക്ക് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ, അല്ലെ, വികാസത്തെ ഒരു മട്ടത്രികോണമായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ പാരമ്പര്യം അതിൻ്റെ പാദമായിട്ടും പരിസരം എന്നത് അതിൻ്റെ ലംബമായിട്ടും പരിഗണിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലേ, പിന്നെയോ പാരമ്പര്യം പാദമായി പരിഗണിക്കുന്നത് കൊണ്ട് പാദനീളം വർദ്ധിപ്പിക്കാൻ സാധിക്കുകയില്ല. അല്ലേ, പാരമ്പര്യം പാദമായി പരിഗണിക്കുന്നുണ്ട്, പാദനീളം വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. ലംബത്തിൻ്റെ നീളം എത്ര വേണമെങ്കിലും വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ലംബം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിസരമാണ്. അപ്പോൾ ലംബത്തിൻ്റെ നീളം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് പരിസരം മെച്ചപ്പെടുന്നതിനനുസരിച്ച് മട്ടത്രികോണത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ വർദ്ധിക്കുന്നു. അതായത് വികാസം മെച്ചപ്പെട്ടതാകുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ വളർച്ചയെ ഒരു ലംബമായിട്ട് അല്ലെങ്കിൽ ഒരു മട്ടത്രികോണമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ലംബത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അത് പരിസരമാണ്. അല്ലെ, പാദം എന്ന് പറയുന്നത് എന്താണ്? പാദം എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യമാണ്. അതൊരിക്കലും വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ വികാസം എന്ന് പറയുന്നതാണ് പരിപക്വനത്തെയും പഠനത്തെയുമാണ് ആശ്രയിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഈസ് ദ സം ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ് എന്നാണ് പറയുന്നത്. വികാസം, അല്ലേ, ഡെവലപ്മെൻറ്റ് ഈസ് ദ സം ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ് എന്നാണ് പറയുന്നത്. ബാഹ്യശക്തികളുടെ പ്രേരണ കൂടാതെ സ്വയമേവ നടക്കുന്ന വികാസത്തിനെയാണ് നമ്മൾ പരിപക്വനം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ബാഹ്യശക്തികളുടെ പ്രേരണ കൂടാതെ സ്വയമേവ നടക്കുന്ന വികാസത്തിനെയാണ് നമ്മൾ പരിപക്വനം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അല്ലെ, വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന സ്വഭാവ സവിശേഷങ്ങളുടെ അനാവരണമാണ് പരിപക്വനം എന്ന് പറയുന്നത്. വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന സ്വഭാവവിശേഷങ്ങളുടെ അനാവരണമാണ് പരിപക്വനം എന്ന് പറയുന്നത്. അല്ലെ, പ്രത്യേക പ്രായത്തിൽ ശിശുക്കൾ മുട്ടുകുത്തി ഇഴയാനും നിൽക്കാനും ഓടാനും ചാടാനും സംസാരിക്കുവാനും ശ്രമിക്കുന്നത് ആരും പഠിപ്പിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അതിനെ പാകപ്പെട്ടത് കൊണ്ടും മാത്രമാണ്. അതായത് ഒരു പ്രത്യേക പ്രായത്തിൽ ശിശുക്കൾ മുട്ടുകുത്തി ഇഴയാനും നിൽക്കാനും ഓടാനും ചാടാനും സംസാരിക്കുവാനും ശ്രമിക്കുന്നത് അവരെ ആരും പഠിപ്പിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അവർക്കതിനുള്ള പാകമായത് കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. അല്ലെ, പരിപക്വനവും പഠനവും തമ്മിൽ അഭേദമായ ഒരു ബന്ധമാണ് ഉള്ളത്. അല്ലെ, പരിപക്വനവും പഠനവും തമ്മിൽ അഭേദമായിട്ടുള്ള ഒരു ബന്ധമാണുള്ളത്. ഓരോന്നിനും ഓരോ പഠനാനുകൂല നിമിഷം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഓരോന്നിനും ഓരോ പഠന അനുകൂല നിമിഷമാണ് അല്ലെങ്കിൽ ടീച്ചബിൾ മൊമെൻ്റ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രായം, സന്നദ്ധത, താല്പര്യം എന്നിവയെല്ലാം ഒത്തിണങ്ങിയ ഒരു സമയമാണ് ഇത്. അല്ലെ, പരിപക്വനവും പഠനവും തമ്മിൽ അഭേദമായ ബന്ധമാണ് ഉള്ളത്. ഓരോന്നിനും ഓരോ പഠനാനുകൂല നിമിഷം ഉണ്ടാകുന്നു. അല്ലെ, പ്രായവും സന്നദ്ധതയും താല്പര്യവും എന്നിവയെല്ലാം ഒത്തിണങ്ങിയ സമയമാണ് ഇതെന്നാണ് പറയുന്നത്. വികാസക്രമം എന്നത് രേഖീയമല്ല എന്നും മറിച്ച് ചാക്രികമാണ് എന്നുമാണ് പറയുന്നത്. അല്ലെ, വികാസക്രമം എന്നത് രേഖീയമല്ല എന്നും ചാക്രികമാണ് എന്നുമാണ് പറയപ്പെടുന്നത്. ശൈശവത്തിൽ വളർച്ചയുടെ തോത് കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ശൈശവത്തിൽ വളർച്ചയുടെ തോത് കൂടുതലാണ്. അല്ലെ, കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സാകുമ്പോൾ ജനിക്കുമ്പോഴുണ്ടാകുന്ന ഭാരത്തിൻ്റെ 3 മടങ്ങ് ഭാരമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാരത്തിൻ്റെ 3 മടങ്ങ് ഭാരം എന്ന് പറയുന്നത് കുട്ടിക്ക് ഉണ്ടാകുന്നു. അല്ലെ, ശൈശവത്തിൽ വളർച്ചയുടെ തോത് കൂടുതലാണെന്നും കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സാകുമ്പോൾ ജനിക്കുമ്പോഴുള്ള ഭാരത്തിൻ്റെ 3 മടങ്ങ് ഭാരമുണ്ടാകുന്നുവെന്നും കൗമാരഘട്ടത്തിലും ഇതേപോലെ വളർച്ചയിൽ ഒരു ചാട്ടം കണ്ടുവരുന്നുവെന്നുമാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. വികാസം എന്നത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അല്ലെ, വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അഥവാ ഡെവലപ്മെൻറ്റ് ഈസ് ഇൻ്റർ റിലേറ്റഡ് എന്നാണ് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഈസ് ഇൻ്റർ റിലേറ്റഡ്. ബൗദ്ധികം അഥവാ ഇൻ്റലക്ച്വൽ, ശാരീരികം അഥവാ ഫിസിക്കൽ, വൈകാരികം അഥവാ ഇമോഷണൽ, സാമൂഹികം അഥവാ സോഷ്യൽ
എന്നീ മേഖലകളിലെ വികാസങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബൗദ്ധികം, ശാരീരികം, വൈകാരികം, സാമൂഹികം എന്നീ മേഖലകളിലെ വികാസങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബൗദ്ധികം, ശാരീരികം, വൈകാരികം, സാമൂഹികം എന്നീ മേഖലകളിലെ വികാസങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ശാരീരികാരോഗ്യവും ശാരീരികാരോഗ്യത്തെയും പുഷ്ടിപ്പെടുത്തുന്നതാണ് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ശാരീരികമായ ആരോഗ്യം മാനസിക ആരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും പുഷ്ടിപ്പെടുത്തുന്നതാണ് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കിയാൽ വികാസം എന്ന് പറയുന്നത് പ്രവചനീയമാണെന്നാണ് പറയുന്നത്. വികാസം പ്രവചനീയമാണ്. ഡെവലപ്മെൻറ്റ് ഈസ് പ്രഡിക്റ്റബിൾ അഥവാ വികാസം പ്രവചനീയമാണ് എന്നാണ് പറയുന്നത്. ഒരു നിശ്ചിത പ്രായത്തിൽ ഒരു കുട്ടിക്ക് എത്ര വളർച്ചയും വികാസവും ഉണ്ടായിരിക്കുമെന്നാണ് കണക്കുകൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു നിശ്ചിത പ്രായത്തിൽ ഒരു കുട്ടിക്ക് എത്ര വളർച്ചയും വികാസവും ഉണ്ടായിരിക്കുമെന്ന് കണക്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കണക്ക് കൃത്യമായിട്ട് ഇവിടെയുണ്ട്. കുട്ടിയുടെ വളർച്ചയുടെ തോതനുസരിച്ച് അവൻ്റെ പൂർണ്ണത എങ്ങനെയാകുമെന്ന് പ്രവചിക്കാൻ സാധിക്കുന്നതാണ്. ഒരു കുട്ടിയുടെ വളർച്ചയുടെ തോത് അനുസരിച്ച് അവൻ്റെ പൂർണ്ണത എങ്ങനെയായിരിക്കുമെന്ന് പ്രവചിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലെ, പ്രിൻസിപ്പിൾ ഓഫ് പ്രഡിക്ഷൻ എന്നാണ് ഇത് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് പ്രഡിക്ഷൻ, കുട്ടിയുടെ വളർച്ചയുടെ തോതനുസരിച്ച് അവൻ്റെ പൂർണ്ണത എങ്ങനെയാകുമെന്ന് പ്രവചിക്കാൻ സാധിക്കുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് കുട്ടിയുടെ എല്ലിൻ്റെ എക്സ്റേ പരിശോധിച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ എല്ലിൻ്റെ എക്സ്റേ പരിശോധിച്ചാൽ പൂർണ്ണതയിൽ കുട്ടിയുടെ വലിപ്പം എത്രയാണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലിൻ്റെ എക്സ്റേ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ യഥാർത്ഥ വലിപ്പം എത്രയാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ബുദ്ധിശക്തി, അഭിക്ഷമത, സാമൂഹിക ബന്ധം തുടങ്ങിയ ഏറെക്കുറെ അളക്കാനുള്ള ചില മാവിനികൾ മനഃശാസ്ത്ര വിദഗ്ധർ തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബുദ്ധിശക്തിയും അഭിക്ഷമതയും സാമൂഹിക ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ ഏറെക്കുറെ അളക്കുവാനുള്ള ചില മാവിനികൾ മനഃശാസ്ത്ര വിദഗ്ധന്മാർ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതായത് ബുദ്ധിശക്തി എത്രത്തോളം ഉണ്ടെന്നും അഭിക്ഷമത എത്രത്തോളം ഉണ്ടെന്നും സാമൂഹിക ബന്ധം എത്രത്തോളം ഉണ്ടെന്നും തുടങ്ങിയ കാര്യങ്ങൾ ഏറെക്കുറെ അളക്കാനായിട്ടുള്ള ചില മാവിനികൾ മനഃശാസ്ത്ര വിദഗ്ധന്മാർ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ശീഘ്രഗതിയിൽ വളർന്ന ഒരു കുട്ടിയുടെ വളർച്ച ആദ്യാവസാനം ശീഘ്രഗതിയിലായിരിക്കും. അതുപോലെ മന്ദഗതിയിൽ വളർന്ന കുട്ടിയുടെ വളർച്ച ആദ്യാവസാനം മന്ദഗതിയിലുമായിരിക്കും. അപ്പോൾ ശീഘ്രഗതിയിൽ വളർന്ന കുട്ടിയുടെ വളർച്ച ആദ്യാവസാനം ശീഘ്രഗതിയിലും മന്ദഗതിയിൽ വളർന്ന കുട്ടിയുടെ വളർച്ച ആദ്യാവസാനം മന്ദഗതിയിലുമായിരിക്കും. വികാസത്തിൻ്റെ ഗതിയിൽ വ്യക്തിക്ക് വ്യത്യാസമുണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ വികാസത്തിൻ്റെ ഗതിയിൽ വ്യക്തിക്ക് വ്യത്യാസമുണ്ടായിരിക്കും അഥവാ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വികാസത്തിൻ്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസമുണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്നാണ് പറയുന്നത്. ഇനിയോ ഓരോ വ്യക്തിയും വിഭിന്നനാണ് എന്നാണ് പറയുന്നത്. അല്ലെ, ഓരോ വ്യക്തിയും വിഭിന്നനാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. വികാസത്തിൻ്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസമുണ്ടായിരിക്കുമെന്നും ഓരോ വ്യക്തിയും വിഭിന്നനാണ് എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു. ഇനി നമ്മൾ നോക്കിയാൽ എന്താണ്? ശാരീരിക, ചാലക, വൈജ്ഞാനിക, വൈകാരിക, സാമൂഹിക മേഖലകളിൽ ഓരോ കുട്ടിയും വ്യത്യസ്തരാണെന്നാണ് പറയുന്നത്. അപ്പോൾ ശാരീരിക, ചാലക, വൈജ്ഞാനിക, വൈകാരിക, സാമൂഹിക മേഖലകളിൽ ഓരോ കുട്ടിയും വ്യത്യസ്തരാണെന്നും ഈ വ്യത്യാസം എന്ന് പറയുന്നത് വികാസത്തിൻ്റെ ഗതിവേഗത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. ഇപ്പോൾ ശാരീരിക, ചാലക, വൈജ്ഞാനിക, വൈകാരിക, സാമൂഹിക മേഖലകളിൽ ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. ഈ വ്യത്യാസം വികാസത്തിൻ്റെ ഗതിവേഗത്തിലും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. പിന്നെയോ വികാസത്തിൽ ചില നിർണായക ഘട്ടങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അല്ല, വികാസത്തിൽ ചില നിർണായക ഘട്ടങ്ങളുണ്ട്. ഡെവലപ്മെൻറ്റ് ഹാസ് സം ഡിറ്റർമിനൻ്റ് സ്റ്റേജസ് എന്നാണ് പറയുന്നത്. അല്ല, വികാസത്തിൽ ചില നിർണായക ഘട്ടങ്ങളുണ്ട്. ഡെവലപ്മെൻറ്റ് ഹാസ് സം ഡിറ്റർമിനൻ്റ് സ്റ്റേജസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഗർഭാവസ്ഥയുടെ ആദ്യത്തെ 3 മാസങ്ങൾ തലച്ചോറിൻ്റെയും കണ്ണിൻ്റെയും ചെവിയുടെയും വികാസത്തിൽ നിർണായകമാണെന്നാണ് പറയുന്നത്. ഗർഭാവസ്ഥയുടെ ആദ്യത്തെ 3 മാസങ്ങൾ തലച്ചോറിൻ്റെയും കണ്ണിൻ്റെയും ചെവിയുടെയും വികാസത്തിൽ വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. ഈ ഘട്ടത്തിൽ അമ്മയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ ഗർഭസ്ഥ ശിശുവിനെ പലതരത്തിൽ ബാധിക്കുമെന്നാണ് പറയുന്നത്. ഈ ഘട്ടത്തിൽ അമ്മയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ ഗർഭസ്ഥ ശിശുവിനെ പലതരത്തിലും ബാധിക്കാറുണ്ട്. ശൈശവം ചാലക വികാസത്തിൻ്റെയും കൗമാരം ലൈംഗിക വികാസത്തിൻ്റെയും നിർണായക ഘട്ടങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അല്ലെ, ഗർഭാവസ്ഥയുടെ ആദ്യത്തെ 3 മാസങ്ങൾ തലച്ചോറിൻ്റെയും കണ്ണിൻ്റെയും ചെവിയുടെയും വികാസത്തിൽ നിർണായകമാണ്. ഈ ഘട്ടത്തിൽ അമ്മയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ ഗർഭസ്ഥ ശിശുവിനെ പലതരത്തിൽ ബാധിക്കും. ശൈശവം ചാലക വികാസത്തിൻ്റെയും കൗമാരം ലൈംഗിക വികാസത്തിൻ്റെയും നിർണായക ഘട്ടങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. വികസനങ്ങളുടെ വിവിധ ഘട്ടങ്ങളിലെ വികസനോന്മുഖ പ്രവൃത്തികളുടെ ഒരു പട്ടിക അഥവാ രൂപമാതൃക ആവിഷ്കരിച്ചത് ഹാവിങ്സ്റ്റൺ ആണ്. വികസനങ്ങളുടെ വിവിധ ഘട്ടങ്ങളിലെ വികസനോന്മുഖ പ്രവൃത്തികളുടെ ഒരു പട്ടിക അഥവാ രൂപമാതൃക ആവിഷ്കരിച്ചത് ഹാവിങ്സ്റ്റൺ ആണ്. വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളുണ്ട്. അല്ലെ, വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന് പാരമ്പര്യമാണ്, അടുത്തത് പരിസ്ഥിതിയാണ്, പിന്നുള്ളത് പഠനമാണ്, പിന്നെ പരിപക്വതയാണ്. പാരമ്പര്യം, പരിസ്ഥിതി, പഠനം, പരിപക്വത എന്നിവയാണ് വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ.
വികാസതലങ്ങളും വികാസഘട്ടങ്ങളുമുണ്ട് അല്ലെ. വികാസതലങ്ങളും വികാസഘട്ടങ്ങളും എന്താണ്? സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് അല്ലെ. സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. വികാസതലങ്ങളും വികാസഘട്ടങ്ങളുമുണ്ട്. അതെന്തെല്ലാമാണ്? സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. വികാസതലങ്ങളും വികാസഘട്ടങ്ങളും എന്ന് പറയുന്നത് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. ഇനി ശാരീരിക വികസനമുണ്ട്. ശാരീരിക വികസനം എന്താണ്? ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. ശാരീരിക വികസനം എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ആണ് ശാരീരിക വികസനം. മനഃശാസ്ത്രജ്ഞർ വ്യക്തിയുടെ ജീവിതകാലത്തെ സമാനമായ ചില സവിശേഷതകൾ പുലർത്തുന്ന വ്യത്യസ്ത ഘട്ടങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട് അല്ലെ. മനഃശാസ്ത്രജ്ഞന്മാർ വ്യക്തിയുടെ ജീവിതകാലത്തെ സമാനമായിട്ടുള്ള ചില സവിശേഷതകൾ പുലർത്തുന്ന വ്യത്യസ്ത ഘട്ടങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് ജനന പൂർവ്വഘട്ടം എന്ന് പറയും അല്ലെ. പ്രീ നാറ്റൽ പീരിയഡ് എന്നാണ് പറയുന്നത്. ജനന പൂർവ്വഘട്ടം അഥവാ പ്രീ നാറ്റൽ പീരിയഡ്. ഗർഭപാത്രത്തിൽ വെച്ചുള്ള ശിശു വികസനം അതിൻ്റെ സമ്പൂർണ്ണ വികസനത്തിൽ എത്തിച്ചേരുന്ന സുപ്രധാന ഘട്ടമാണ് ജനന പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. ഗർഭപാത്രത്തിൽ വെച്ചുള്ള ശിശു വികസനം അതിൻ്റെ സമ്പൂർണ്ണ വികസനത്തിൽ എത്തിച്ചേരുന്ന സുപ്രധാന ഘട്ടമാണ് ജനന പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. ഗർഭധാരണം തൊട്ട് ജനന സമയം വരെയുള്ള 280 ദിവസമാണ് ജനനപൂർവ്വ ഘട്ടമായി കണക്കാക്കുന്നത്. ഗർഭധാരണം തൊട്ട് ജനന സമയം വരെയുള്ള 280 ദിവസമാണ് ജനനപൂർവ്വ ഘട്ടമായിട്ട് കണക്കാക്കുന്നത്. ഗർഭപാത്രത്തിൽ ശിശുവിൻ്റെ വളർച്ചയിൽ ഘടനാപരവും ധർമ്മപരവുമായ വികസനം ദൃശ്യമാകുന്ന ഘട്ടമാണ് ജനനപൂർവ്വ ഘട്ടമെന്ന് പറയുന്നത്. ഗർഭപാത്രത്തിൽ ശിശുവിൻ്റെ വളർച്ചയിൽ ഘടനാപരവും ധർമ്മപരവുമായ വികസനം ദൃശ്യമാകുന്ന ഘട്ടമാണ് ജനനപൂർവ്വ ഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു കുട്ടി തൻ്റെ ആശയപ്രകടനശേഷി ആദ്യമായിട്ട് പ്രകടിപ്പിക്കുന്നത് ആ കുട്ടിയുടെ കരച്ചിലൂടെയാണ്. അപ്പോൾ കരയുന്നതിലൂടെയാണ് ഒരു കുട്ടി തൻ്റെ ആശയപ്രകടനശേഷി ആദ്യമായിട്ട് പ്രകടിപ്പിക്കുന്നത്. ഗർഭസ്ഥ ശിശുവിൻ്റെ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഗർഭസ്ഥ ശിശുവിൻ്റെ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അമ്മയുടെ ആരോഗ്യം, ആഹാരം, വൈകാരിക അനുഭവങ്ങൾ, ആഗ്രഹങ്ങൾ എന്നിവയാണ്. ഗർഭസ്ഥ ശിശുവിൻ്റെ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത് അമ്മയുടെ ആരോഗ്യം, ആഹാരം, വൈകാരിക അനുഭവങ്ങൾ, ആഗ്രഹങ്ങൾ എന്നിവയാണ്. ഇനി നമുക്ക് ശൈശവത്തെക്കുറിച്ച് നോക്കല്ലേ. ശൈശവം എന്ന് വെച്ചാൽ എന്താണ്? ഇൻഫൻസി എന്ന് പറയുന്നതാണ് ശൈശവം. ശൈശവം ഇൻഫൻസിയാണ്. ശിശു പുതിയ പരിസ്ഥിതിയുമായിട്ട് പൊരുത്തപ്പെടുകയും സ്വാശ്രയ ജീവിതത്തിനുള്ള ശേഷി വികസിപ്പിക്കുകയും ചെയ്യുന്ന വികസന ഘട്ടമാണ് ശൈശവം എന്ന് പറയുന്നത്. ശിശു പുതിയ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുകയും സ്വാശ്രയ ജീവിതത്തിനുള്ള ശേഷി വികസിപ്പിക്കുകയും ചെയ്യുന്ന വികസന ഘട്ടത്തിനെയാണ് നമ്മൾ ശൈശവം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ജനനം മുതൽ ആദ്യത്തെ 3 വർഷക്കാലമാണ് ശൈശവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ശൈശവം എന്ന പേരിൽ അറിയപ്പെടുന്നത് ജനനം മുതലുള്ള ആദ്യത്തെ 3 വർഷമാണ് ശൈശവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജനനം മുതൽ ആദ്യത്തെ 2 ആഴ്ച അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? നവജാത ശിശുവിൻ്റെ ജീവിതഘട്ടം, അതായത് നിയോനാറ്റൽ സ്റ്റേജ് എന്നാണ് അറിയപ്പെടുന്നത്. ജനനം മുതൽ ആദ്യത്തെ 2 ആഴ്ച അറിയപ്പെടുന്നത് നവജാത ശിശുവിൻ്റെ ജീവിതഘട്ടത്തിൽ അഥവാ നിയോനാറ്റൽ സ്റ്റേജ് എന്നാണ് അറിയപ്പെടുന്നത്. 3 ആഴ്ച മുതൽ 3 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടമുണ്ട് അല്ലെ. 3 ആഴ്ച മുതൽ 3 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടമുണ്ട്. അതാണ് ബേബിഹുഡ് പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്. ബേബിഹുഡ് പീരീഡ് 3 ആഴ്ച മുതൽ 3 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടമാണ് ബേബിഹുഡ് പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്. 3 ആഴ്ച മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ബേബിഹുഡ് പീരീഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശൈശവത്തിലെ വികാസതലങ്ങളുണ്ടല്ലേ. ശൈശവത്തിലെ വികാസതലങ്ങൾ അല്ലെങ്കിൽ ശൈശവത്തിലെ വികസനങ്ങളുണ്ട്. ശൈശവത്തിലെ വികസനങ്ങൾ എന്തൊക്കെയാണ്? കായിക വികസനം ദ്രുതഗതിയിലാണ് ഇവിടെ നടക്കുന്നത് അല്ലേ. കായിക വികസനം ദ്രുതഗതിയിൽ നടക്കുന്നു. ശരീരധർമ്മങ്ങൾ നിയന്ത്രിതവും സ്ഥിരവുമാകുന്നു വികസന ഘട്ടമാണിത്. അപ്പോൾ കായിക വികസനം ദ്രുതഗതിയിൽ നടക്കുകയും ശരീരധർമ്മങ്ങൾ നിയന്ത്രിതവും സ്ഥിരവുമാകുന്ന വികസന ഘട്ടമാണ് ഈ ഘട്ടം. ഇതാണ് കായികവും ചാലകശേഷിപരവുമായ വികസനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ കായികവും ചാലകശേഷിപരവുമായ വികസനം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. തുടക്കത്തിൽ കരച്ചിലായിട്ടും പിൽക്കാലത്ത് ആനന്ദമായിട്ടും പിന്നീട് അസ്വാസ്ഥ്യമായിട്ടും തുടങ്ങിയ വികാരങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന വികസന ഘട്ടമാണ് വൈകാരിക വികസന ഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. തുടക്കത്തിൽ കരച്ചിലായിട്ടും പിൽക്കാലത്ത് ആനന്ദവും അസ്വാസ്ഥ്യവും തുടങ്ങിയ വികാരങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന വികസന ഘട്ടവുമാണ് വൈകാരിക വികസനം. അതായത് വൈകാരികമായിട്ടുള്ള കഴിവുകൾ വികസിച്ചു വരുന്ന കാലഘട്ടമാണ് വൈകാരിക വികസന ഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശിശുവിൻ്റെ ആദ്യത്തെ വൈകാരിക പ്രകടനമാണ് കരച്ചിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ശിശുവിൻ്റെ ആദ്യത്തെ വൈകാരിക പ്രകടനമാണ് കരച്ചിൽ എന്ന് നമുക്കറിയാം. 1 മാസം മുതൽ 3 വർഷം വരെ ശാരീരിക ചലനങ്ങളുടെ ഒത്തിണക്കവും നിയന്ത്രണവും ക്രമേണ വികസിക്കുന്ന ഒരു കാലഘട്ടമാണ് ബൗദ്ധിക വികസനം എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. അതായത് 1 മാസം മുതൽ 3 വർഷം വരെയുള്ളൊരു കാലയളവിൽ ശാരീരിക ചലനങ്ങളുടെ ഒത്തിണക്കം, നിയന്ത്രണം ഇവയെല്ലാം ക്രമേണ വികസിച്ചു വരുന്നൊരു കാലഘട്ടമാണ് ബൗദ്ധിക വികസനം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളുടെ ഘടനയും ധർമ്മവും പെട്ടെന്ന് മെച്ചപ്പെടുന്ന വികസന ഘട്ടമാണ് ബൗദ്ധിക വികസന ഘട്ടം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളുടെ ഘടനയും ധർമ്മവും പെട്ടെന്ന് മെച്ചപ്പെടുന്ന വികസന ഘട്ടമാണ് ബൗദ്ധിക വികസന ഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശിശുവിനെ ആദ്യമായി സാമൂഹ്യ വികാസത്തിന് സഹായിക്കുന്നവരാണ്? അത് അമ്മയാണ്. ശിശുവിനെ ആദ്യമായിട്ട് സാമൂഹ്യ വികാസത്തിന് സഹായിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് അമ്മയാണ് സഹായിക്കുന്നത്. ശൈശവഘട്ടത്തിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് കുട്ടി മറ്റ് ശിശുക്കളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന വികസന ഘട്ടം എന്നാണ് പറയുന്നത് അല്ലേ. ശൈശവഘട്ടത്തിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് കുട്ടി
മറ്റ് ശിശുക്കളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന വികസന ഘട്ടത്തിനെയാണ് നമ്മൾ സാമൂഹികവും സാൻമാർഗികവുമായ വികസനം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സാമൂഹികവും സാൻമാർഗികവുമായ വികസനം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് ശൈശവഘട്ടത്തിൻ്റെ അവസാനത്തോടെ കുട്ടി മറ്റ് ശിശുക്കളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന വികസന ഘട്ടത്തിനെയാണ് സാമൂഹികവും സാൻമാർഗികവുമായ വികസനം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. 10 മാസത്തിൽ ആദ്യത്തെ വാക്ക് കുട്ടി ഉച്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ 10 മാസം ആദ്യത്തെ 10 മാസത്തിൽ കുട്ടി ആദ്യത്തെ വാക്ക് ഉച്ചരിക്കുന്നു എന്ന് പറയണം. അപ്പം ആദ്യത്തെ 10 മാസത്തിൽ കുട്ടി ഉച്ചരിക്കുന്നു. 1 വയസ്സാകുന്നതോട് 3-4 വാക്ക് ഉച്ചരിക്കുന്ന ഒരു വികസന ഘട്ടമാണ് ഭാഷാ വികസനം എന്ന് പറയുന്നത്. 10 മാസത്തിൽ ആദ്യത്തെ വാക്ക് ഉച്ചരിക്കുന്ന കുട്ടി 1 വയസ്സാകുന്നതോടുകൂടി 3-4 വാക്ക് ഉച്ചരിക്കുന്നു. ഇതാണ് വികസന ഘട്ടത്തിൽ ഭാഷാ വികസനം എന്ന് പറയുന്ന ഒരു ഘട്ടമായിട്ട് കണക്കാക്കുന്നത്. ഭാഷാ വികസനവുമായിട്ട് സഹബന്ധം പുലർത്തുന്നതാണ് ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഭാഷാ വികസനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതോടൊപ്പം ബുദ്ധി ശക്തിയും നമ്മുടെ ജീവിതത്തിൽ ക്രമേണ ഉയർന്നു വരുന്നു എന്നാണ് പറയുന്നത്. ഇനി ശൈശവത്തിൻ്റെ പൊതുവായിട്ടുള്ള സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഇൻഫൻസിയുടെ സ്പെഷ്യാലിറ്റീസാണ് ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം എപ്പോഴും പ്രവർത്തനനിരതമാകാനായിട്ടുള്ള ഒരു താല്പര്യം ജനിക്കുന്നു. കുട്ടിയിൽ എപ്പോഴും പ്രവർത്തനനിരതനായിരിക്കുവാനുള്ള ഒരു താല്പര്യം കാണപ്പെടുന്നത് ഇവിടെയാണ്. പിന്നീടുള്ളത് അനുകരണ വാസനയാണ്. എന്തിനേയും ഏതിനേയും അനുകരിക്കുവാനുള്ള ഒരു പ്രവണത ഇവിടെ കാണുന്നുണ്ട്. പിന്നെയുള്ളത് ജിജ്ഞാസയാണ്. എപ്പോഴും പ്രവർത്തനനിരതമാകാനുള്ളൊരു താല്പര്യം, അനുകരണ വാസന, ജിജ്ഞാസ എന്നിവയെല്ലാം ഈ പറയുന്ന ശൈശവത്തിൻ്റെ പൊതുവായിട്ടുള്ള സവിശേഷതകളായിട്ട് കണക്കാക്കുന്നതാണ്. ഇനി നമുക്ക് ചലനാത്മകതയെക്കുറിച്ച് നോക്കാം. അല്ലെ, ചലനാത്മകത എന്താണ്? ചലനാത്മകത ആശ്രിതത്വം അഥവാ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നവരുണ്ട്. അതായത് ഒരു കുട്ടിയുടെ പൊതുവായ സവിശേഷതകളാണ്, ശൈശവത്തിൻ്റെ പൊതുവായ സവിശേഷതകളാണ് നമ്മളിവിടെ പറയുന്നത്. എപ്പോഴും പ്രവർത്തനനിരതമാകാനായിട്ടുള്ളൊരു താല്പര്യമുണ്ട്, അനുകരണ വാസനയുണ്ട്, ജിജ്ഞാസയുണ്ട്, ചലനാത്മകതയുണ്ട്. ചലനാത്മകത. പിന്നീടുള്ളത് ആശ്രിതത്വമാണ്. ആശ്രിതത്വം അഥവാ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നതാണ് ആശ്രിതത്വം. ദ്രുതഗതിയിലുള്ള വളർച്ചയുണ്ട്. അല്ല, ദ്രുതഗതിയിലുള്ള വളർച്ച. പിന്നെയുള്ളത് ഭാഷാശേഷി വികാസം എന്നാണ്. ഭാഷാശേഷിയുടെ വികാസം എന്ന് പറയുന്നു. അല്ലെ, ഭാഷാശേഷി വികാസം ഇവിടെയുണ്ട്. പിന്നെ സ്നേഹം, സുരക്ഷിതത്വം, അംഗീകാരം എന്നിവയ്ക്കുള്ള ഒരാഗ്രഹമൊക്കെ ഇവിടെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ സ്നേഹവും സുരക്ഷിതത്വവും അംഗീകാരം എന്നിവയ്ക്കൊക്കെയുള്ള ഒരു ആഗ്രഹം ഈ ഒരു ഘട്ടത്തിലാണ് കാണപ്പെടുന്നത്. അഹം കേന്ദ്രീകൃത ചിന്ത, അത് ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഒരു ചിന്താഗതി ഈ ഘട്ടത്തിലാണ് ഉള്ളത്. ഭാവനാലോകത്തിൽ വിഹരിക്കുവാനുള്ള താല്പര്യം, ഒരു വികാരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പെട്ടെന്നുള്ള മാറ്റം, ഇവയെല്ലാം ഈ സമയത്താണ് കാണുന്നത്. പിന്നെയോ ആഗ്രഹം സാധ്യമായില്ലെങ്കിൽ സാഹചര്യം നോക്കാതെയുള്ള വൈകാരിക പ്രതിഷേധങ്ങൾ എന്ത് ചെയ്യും? കുട്ടി നടത്തുന്ന കാലഘട്ടമാണ് ഇത്. ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള വ്യഗ്രത പുലർത്തുന്ന കാലഘട്ടം കൂടിയാണ് ഇത്. വിവിധ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള കളികളോടുള്ള ഇഷ്ടവും താല്പര്യവുമെല്ലാം ഈ ഒരു ഘട്ടത്തിലാണ് ഉള്ളത്. പിന്നെയും ശ്രദ്ധാദൈർഘ്യക്കുറവ് ഈ ഘട്ടത്തിലുള്ളതാണ്. അമൂർത്ത ചിന്തനത്തിനുള്ള ശേഷിക്കുറവും ഈ ഒരു ഘട്ടത്തിലാണുള്ളത്. അതായത് ശൈശവഘട്ടത്തിൽ, അതായത് 3 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. ഇനി അടുത്ത ഘട്ടമായിട്ടുള്ള ബാല്യത്തിലേക്ക് കടക്കുന്നു കഴിഞ്ഞാൽ എന്തെല്ലാമാണ് നോക്കാം. അല്ല, അടുത്ത ഘട്ടമാണ് ബാല്യം എന്ന് പറയുന്നത്. ആ ബാല്യഘട്ടത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ചൈൽഡ്ഹുഡാണ്. ബാല്യം അഥവാ ചൈൽഡ്ഹുഡിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അല്ല, ബാല്യത്തെ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കാലം, അല്ല ബാല്യത്തെ 3 മുതൽ 6 വയസ്സ് വരെയുള്ള ആദി ബാല്യമെന്നും 6 മുതൽ 9 വയസ്സ് വരെയുള്ള മധ്യബാല്യമെന്നും 9 മുതൽ 12 വയസ്സ് വരെയുള്ള അന്ത്യബാല്യം എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ബാല്യത്തിൽ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കാലം ആദിബാല്യമെന്നും 6 മുതൽ 9 വരെയുള്ള കാലത്തെ മധ്യബാല്യമെന്നും 9 മുതൽ 12 വരെയുള്ള കാലത്തെ അന്ത്യബാല്യം അഥവാ ലേറ്റർ ചൈൽഡ്ഹുഡ് എന്നിങ്ങനെയാണ് വിഭജിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആദിബാല്യം എന്താണെന്ന് നോക്കാം. അല്ലെ, കളിപ്പാട്ടങ്ങളുടെ കാലം, ടോയ് ഏജ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വികസന കാലമാണ് ആദിബാല്യം. കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വികസന കാലമാണ് ആദിബാല്യം. ഇനി നമുക്ക് കൗമാരം നോക്കാം. അല്ലേ, കൗമാരം എന്താണ്? കൗമാരം എന്ന് പറയുന്നത് എന്താണ്? യൗവന ആരംഭം മുതൽ പരിപക്വത പ്രാപിക്കും വരെയുള്ള കാലമാണ് കൗമാരകാലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലേ, കൗമാരകാലം എന്ന് വെച്ചാൽ എന്താണ്? യൗവനാരംഭം മുതൽ പരിപക്വത പ്രാപിക്കും വരെയുള്ള കാലത്തിനെയാണ് കൗമാരകാലം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. കൗമാരകാലം അല്ല, യൗവന ആരംഭം മുതൽ പരിപക്വത പ്രാപിക്കും വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൗമാരകാലം എന്ന് വിളിക്കുന്നത്. അപ്പോൾ യൗവന ആരംഭം മുതൽ പരിപക്വത പ്രാപിക്കും വരെയുള്ള കാലത്തിനെയാണ് കൗമാരകാലം എന്ന് വിശേഷിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ വസന്തമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലവും ഏതാണ്? ഈ കൗമാരകാലം തന്നെയാണ്. ജീവിതത്തിൻ്റെ വസന്തമെന്ന് വിശേഷിപ്പിക്കുന്ന കാലവും കൗമാരകാലം തന്നെയാണ്. പെട്ടെന്നുള്ള കായികവും ജൈവശാസ്ത്രപരവുമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും തന്മൂലം ചിന്താക്കുഴപ്പങ്ങളും പിരിമുറുക്കങ്ങളും മോഹഭംഗങ്ങളും അരക്ഷിതത്വബോധവും ഉണ്ടാവുകയും ചെയ്യുന്ന കാലമാണ് കൗമാരകാലം എന്ന് പറയുന്നത്. പെട്ടെന്നുള്ള കായികവും ജൈവശാസ്ത്രപരവുമായ മാറ്റങ്ങൾ സംഭവിക്കുകയും തന്മൂലം ചിന്താക്കുഴപ്പങ്ങളും പിരിമുറുക്കങ്ങളും മോഹഭംഗങ്ങളും അരക്ഷിതത്വബോധവും ഉണ്ടാവുകയും ചെയ്യുന്ന കാലഘട്ടമാണ് കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്.
ഇനി കൗമാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും കാലഘട്ടമായിട്ടും കൗമാരത്തെ വ്യാഖ്യാനിക്കാറുണ്ട് അല്ലേ? ഞെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും കാലഘട്ടം, പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നാണ് പറയുന്നത്. പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അല്ല, പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, പിരിമുറുക്കത്തിൻ്റെയും സ്പർദ്ധയുടെയും ഒക്കെ കാലഘട്ടമായിട്ട് പീരീഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രൈഫ് എന്നും പറയാറുണ്ട്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻലി ഹാൾ എന്ന പണ്ഡിതനാണ്. അപ്പോൾ സ്റ്റാൻലി ഹാൾ എന്നുള്ള പണ്ഡിതനാണ് പറഞ്ഞിരിക്കുന്നത് കൗമാരം എന്നത് ഞെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും കാലമായിട്ട്. ഇനി നമ്മൾ നോക്കിയാൽ എന്താണ്? ബാല്യത്തിൽ നിന്ന് പ്രായപൂർത്തിയിലേക്കുള്ള ഘട്ടമുണ്ട് അല്ലേ? ബാല്യത്തിൽ നിന്ന് പ്രായപൂർത്തിയിലേക്കുള്ള ഒരു ഘട്ടമുണ്ട്. ബാല്യത്തിൽ നിന്നും പ്രായപൂർത്തിയിലേക്കുള്ള ഘട്ടത്തിൽ ശാരീരികമായ ഗുണവിശേഷങ്ങളിൽ മാത്രമല്ല സാമൂഹികവും വൈകാരികവും മാനസികവുമായ തലങ്ങളിലും മാറ്റമുണ്ടാകുന്നൊരു കാലമായിട്ടാണ് അത് അറിയപ്പെടുന്നത് അല്ലേ? ബാല്യത്തിൽ നിന്ന് പ്രായപൂർത്തിയിലേക്കുള്ള ഘട്ടത്തിൽ ശാരീരികമായ ഗുണവിശേഷങ്ങളിൽ മാത്രമല്ല സാമൂഹികവും വൈകാരികവും മാനസികവുമായ തലങ്ങളിലും മാറ്റമുണ്ടാകുന്ന കാലഘട്ടമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് അല്ലേ? അതെന്താണ്? പരിവർത്തനത്തിൻ്റെ കാലഘട്ടം അഥവാ ട്രാൻസിഷൻ പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? പരിവർത്തനത്തിൻ്റെ കാലഘട്ടമാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നെയോ യുക്തിചിന്ത, അമൂർത്ത ചിന്ത ഇവ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നൊരു വളർച്ചാഘട്ടം ഏതെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ കൗമാരം എന്ന് പറയുന്നത്. യുക്തിചിന്തയും അമൂർത്ത ചിന്തയും ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന വളർച്ചാ ഘട്ടത്തിനെയാണ് കൗമാരം എന്ന പേരിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഈ കൗമാരക്കാരെ സ്വതന്ത്ര വ്യക്തികളായി മാറാൻ വേണ്ടി കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. ഇപ്പോൾ കൗമാരക്കാരെ സ്വതന്ത്ര വ്യക്തികളായി മാറാൻ വേണ്ടി കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ഒരു കാലമാണ് ഈ കാലം എന്ന് പറയുന്നത്. ആവശ്യങ്ങൾ നേടിയെടുക്കാനാവാതെ വരുമ്പോൾ പലരും ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു കാലഘട്ടം. ഹോളിംഗ്വർത്ത് എന്ന പണ്ഡിതൻ ഈ കാലഘട്ടത്തിന് വിശേഷിപ്പിക്കുന്നത് എന്ത് പേരിലാണ്? ബുദ്ധിഭ്രമത്തിൻ്റെ കാലം അഥവാ ടെമ്പററി ഇൻസാനിറ്റി എന്നാണ് പറയുന്നത്. ബുദ്ധിഭ്രമത്തിൻ്റെ കാലം അഥവാ ടെമ്പററി ഇൻസാനിറ്റി എന്ന് പറയുന്നത് ആവശ്യങ്ങൾ നേടിയെടുക്കാനാവാതെ വരുമ്പോൾ ലഹരിക്ക് കുട്ടികൾ അടിമപ്പെടുന്നൊരു കാലഘട്ടത്തിനെയാണ്. ഇനി നമുക്ക് കൗമാരത്തിലെ വികസനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം അല്ലെ? കൗമാരത്തിലെ വികസനങ്ങൾ എന്തെല്ലാമാണ്? ശാരീരിക വികസനം അതിവേഗത്തിലാവുകയും അന്തിമരൂപം കൈവരിക്കുകയും ചെയ്യുന്ന വികസന ഘട്ടമാണ് ഇത്. ശാരീരിക വികസനം അതിവേഗത്തിലാവുകയും അന്തിമരൂപം കൈവരിക്കുകയും ചെയ്യുന്ന വികസന ഘട്ടമാണ് ഇത്. കായികവും ചാലകശേഷിപരവുമായ വികസനമാണ് ഇത്. ശാരീരിക വികസനം അതിവേഗത്തിലാവുകയും അന്തിമരൂപം കൈവരിക്കുകയും ചെയ്യുന്ന വികസന ഘട്ടമാണ് ഇത്. കായികവും ചാലകശേഷിപരവുമായ വികസന കാലഘട്ടമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അമിതമായ ആത്മവിശ്വാസം കാണിക്കുകയും ലൈംഗിക വ്യക്തിത്വം രൂപം കൊള്ളുകയും ചെയ്യുന്ന വികസന ഘട്ടമാണ് വൈകാരിക വികസനം എന്ന് പറയുന്നത്. അമിതമായ ആത്മവിശ്വാസം കാണിക്കുകയും ലൈംഗിക വ്യക്തിത്വം രൂപം കൊള്ളുകയും ചെയ്യുന്ന വികസന ഘട്ടമാണ് വൈകാരിക വികസനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൗമാരത്തിലെ വൈകാരിക വികസന ഘട്ടത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഉത്കണ്ഠ, ഭയം, സ്നേഹം, കോപം തുടങ്ങിയ വികാരങ്ങൾ തീക്ഷ്ണമാകുന്നു എന്നുള്ളതാണ്. കൗമാരത്തിലെ വൈകാരിക വികസന ഘട്ടത്തിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത് ഉത്കണ്ഠ, ഭയം, സ്നേഹം, കോപം തുടങ്ങിയ വികാരങ്ങൾ തീക്ഷ്ണമാവുന്നു എന്നുള്ളതാണ്. ശ്രദ്ധയുടെ വ്യാപ്തി ഏറുന്നതും ഗ്രഹണത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നതും സ്മരണയുടെ പ്രവർത്തനം കൂർമ്മമാകുന്നതും താൽപ്പര്യങ്ങളുടെ മേഖല വിപുലമാകുന്നതുമായ കൗമാര വികസന കാലമാണ് ബൗദ്ധിക വികസനം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധയുടെ വ്യാപ്തിയേറുന്നതും ഗ്രഹണത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നതും സ്മരണയുടെ പ്രവർത്തനം കൂർമ്മമാകുന്നതും താൽപ്പര്യങ്ങളുടെ മേഖല വിപുലമാകുന്നതുമായ കൗമാര വികസന കാലമാണ് ബൗദ്ധിക വികസനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൗമാര വികസന കാലത്ത് വികസിക്കുന്ന ബൗദ്ധിക ശേഷികൾ നിരൂപണാത്മക ചിന്തനം, യുക്തിചിന്തനം, ഗുണാത്മക യുക്തിചിന്തനം, അമൂർത്ത ചിന്തനം എന്നിവയാണ്. കൗമാരകാലത്ത് വികസിക്കുന്ന ബൗദ്ധിക ശേഷികൾ എന്തെല്ലാമെന്ന ചോദ്യമാണെങ്കിൽ നിരൂപണാത്മക ചിന്തനവും യുക്തിചിന്തനവും ഗുണാത്മക യുക്തിചിന്തനവും അമൂർത്ത ചിന്തനം എന്നിവയൊക്കെയാണ്. ഉയർന്ന സാമൂഹിക ബോധം വികസിപ്പിച്ചെടുക്കുവാൻ സഹായിക്കുക, ചുറ്റുമുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാൻ ഉത്സുകരായിരിക്കുക എന്നിവ പ്രകടമാകുന്ന വികസന കാലഘട്ടമാണ് സാമൂഹികവും സാൻമാർഗികവുമായ വികസനം എന്ന് പറയുന്നത്. ഉയർന്ന സാമൂഹ്യബോധം വികസിപ്പിച്ചെടുക്കുവാൻ സഹായിക്കുക, ചുറ്റുമുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാൻ ഉത്സുകരായിരിക്കുക എന്നിവ പ്രകടമാകുന്ന വികസന ഘട്ടമാണ് സാമൂഹികവും സാൻമാർഗികവുമായ വികസനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൗമാരത്തിലെ സാമൂഹികവും സാൻമാർഗികവുമായ വികസനത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അല്ലേ, അതായത് സാമൂഹികവും സാൻമാർഗികവുമായ വികസനമാണ്. അപ്പോൾ കൗമാരത്തിലെ സാമൂഹികവും സാൻമാർഗികവുമായ വികസനത്തിൻ്റെ സവിശേഷത സമവയസ്ക സംഘത്തിൻ്റെ വർദ്ധിച്ച സ്വാധീനം, സർഗപരതയുടെ വികാസം, നന്മതിന്മകൾ വേർതിരിച്ചറിയാനുള്ള ശേഷി എന്നിവ കൈവരിക്കുക എന്നതാണ്. കൗമാരത്തിലെ സാമൂഹികവും സാൻമാർഗികവുമായ വികസനത്തിൻ്റെ സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ സമവയസ്ക സംഘത്തിൻ്റെ വർദ്ധിച്ച സ്വാധീനവും സർഗപരതയുടെ വികാസം, നന്മതിന്മകൾ വേർതിരിച്ചറിയാനുള്ള ശേഷി എന്നിവ കൈവരിക്കുന്നതുമാണ് അല്ലേ. ഇനി പ്രായപൂർത്തി എന്ന് വെച്ചാൽ എന്താണ്?
ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദീർഘമായ കാലഘട്ടമാണ് ഈ പറയുന്ന പ്രായപൂർത്തി എന്ന് പറയുന്നത്, അല്ലേ? പ്രായപൂർത്തി എത്തുക, അതായത് ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദീർഘമായ കാലഘട്ടം എന്ന് നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുന്നു, അല്ലേ? വ്യക്തികൾ ശേഷിയുള്ളതും സ്വതന്ത്രമായി തീരുമാനങ്ങളെടുത്ത് പ്രവർത്തിക്കുന്നതുമായ കാലഘട്ടത്തിനെയാണ് നമ്മൾ പ്രായപൂർത്തി എന്ന് പറയുന്നത്. വ്യക്തികൾ ശേഷിയുള്ളതും സ്വതന്ത്രമായി തീരുമാനമെടുത്ത് പ്രവർത്തിക്കുന്നതുമായ കാലഘട്ടത്തിനെയാണ് പ്രായപൂർത്തി അഥവാ വാർദ്ധക്യം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്, അല്ലേ? കുട്ടിക്കാലത്തെ പോലെ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുകയും കൗമാരകാലത്തിലെ ജീവിതം അർത്ഥപൂർണ്ണമാവുകയും ചെയ്യുന്ന കാലഘട്ടമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. കുട്ടിക്കാലത്തെ പോലെ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുകയും കൗമാരകാലത്തിലെ ജീവിതം അർത്ഥപൂർണ്ണമാവുകയും ചെയ്യുന്ന കാലമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. ഈ പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ സാഫല്യം കണ്ടെത്തുന്ന വ്യക്തി മധ്യവയസ്സിലൂടെ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ സാഫല്യം കണ്ടെത്തുന്ന വ്യക്തി മധ്യവയസ്സിലൂടെ വാർദ്ധക്യത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ബാസിസ് അക്കാഡമി നൽകുന്ന ഈ ഒരു ക്ലാസ്സുകൾ, LP UP സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ എങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.